ഞാൻ പറഞ്ഞു തുടങ്ങിയിടത്തൊന്നും നിർത്തിയില്ല. ഏതായാലും കുറച്ച് സമയമെങ്കിലും ആളുകൾക്കൊക്കെ പോകാൻ സമയമെന്ന് എനിക്കറിയാം. കുറച്ച് സമയമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ഈ പറഞ്ഞതിൽ നിന്നുണ്ടെങ്കിൽ ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് ഇതിൻ്റെ പല ന്യൂആൻസസും ആളുകൾക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പലപ്പോഴും ചിലർക്ക് ബോറടി ആയിരിക്കും. ഇപ്പോൾ വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ബോറടി ആയിരിക്കും. യെസ്, ഒരു സംശയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ 2005 വേണ്ടി വന്നു ശരിക്കും ഒരു യഥാർത്ഥ പൗരന് അവന്റെ അവകാശങ്ങൾ തുറന്നു പറയാനും അതുപോലെ പബ്ലിക് ഓഫീസിൽ പറയാനും ആക്ട് വന്നു. പക്ഷെ ഇന്നും എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കോടതികളിൽ പോലും ഈ ആക്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഇട വരെ ഒരു ആർട്ടിക്കിൾ വായിച്ചത് 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് നമ്മൾ ഒരു പേപ്പറിൽ ഒട്ടിച്ച് കൊടുക്കാൻ എവിടെ പോലും പറ്റില്ല. ഒരു സാധാരണക്കാരന് കോടതിയിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നും പല കോടതികളുടെയും സൂപ്രണ്ടന്മാരെ പറയുന്നത് ഇൻഫർമേഷൻ ഓഫീസർക്കുമാണ്. ഇതിനുള്ളൊരു വൈദ്യത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്നാമത് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല. ഒരു തികച്ചും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിന് ഇതിന്റെ മേജർ സമയം എടുക്കുന്നതിൽ ഈ മറ്റു സദസ്സിനോടൊരു നീതികേടുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് അതിന്റെ ആൻസർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ എന്നാൽ നാളെ മുതൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂല്യങ്ങളെല്ലാം നാളെ മുതൽ ഞങ്ങൾ അങ്ങോട്ട് നടപ്പാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതാൻ ശ്രമിച്ച പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിച്ച് അവർ നേടിയ വിജയം ചോദ്യം ചെയ്ത കേസിൽ, ഇലക്ഷൻ കേസിൽ, ആ ഇലക്ഷൻ കേസ് ശരിവെച്ചപ്പോൾ അവരുടെ അധികാരം ഇല്ലാതായപ്പോൾ ഉണ്ടായതാണ് അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയെ ചോദ്യം ചെയ്യാനുള്ള കോടതി കാണിച്ച ധൈര്യത്തിൽ നിന്ന് കോടതികളുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരത്തെ എടുത്തു കളയാൻ വേണ്ടിയാണ് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് പോലും. ആ ഭരണഘടനാ ഭേദഗതി കോടതിയിൽ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 9ാം ഷെഡ്യൂളിൽ പെടുത്തുന്ന നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഭേദഗതി കൊണ്ടുവന്ന് ഈ നിയമങ്ങളൊക്കെ അതിനകത്ത് പെടുത്തി സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയല്ല, ജുഡീഷ്യൽ റിവ്യൂ അധികാരം എടുത്തു കളയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ശിലകളെ തകർക്കുന്നതാണ്, അതുകൊണ്ട് അടിസ്ഥാന ശിലകളെ തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിലെ ഭൂരിപക്ഷ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധി പ്രകാരം ഇപ്പൊ തൽക്കാലം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കോടതിയുടെ അധികാരം ലെജിസ്ലേച്ചർ എടുത്തു കളയുന്നു എന്ന് വരുമ്പോഴാണ് ഭരണഘടനയുടെ അടിസ്ഥാന ശില പോലും തുടരുതെന്ന് കോടതിക്ക് പറയേണ്ടി വരുന്നത്. എന്ന് പറയുന്നത് പോലെ കോടതികളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് അഴിമതികൾ, കോടതികളിൽ നടക്കുന്ന സ്വജനപക്ഷപാതങ്ങൾ, കോടതികളിൽ നടക്കുന്ന അനീതി, ഇത്തരം സംഗതികളോട് എന്തിനേറെ ജഡ്ജിമാരുടെ നിയമന പ്രക്രിയയിൽ സുതാര്യത ഇല്ലാതെ വന്നപ്പോഴാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മുടെ DBBന് ഉൾപ്പെടെയുള്ളവർ അപേക്ഷ കൊടുത്തത്. ആദ്യം അത് പറ്റില്ല എന്നായിരുന്നു സുപ്രീം കോടതി തീരുമാനം, പിന്നീടാണ് മാറിയത്. ആ ഫൈറ്റ് എത്ര കാലം നടന്നെന്നറിയാമോ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ സുപ്രീം കോടതിയുടെ ഓഫീസ്, ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടും എന്ന് വിധിച്ച കേസിലെ വിധി സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ ഇരുന്ന് സ്റ്റേ ചെയ്ത് 7 കൊല്ലക്കാലം അത് സ്റ്റേയിൽ തുടർന്നു. ആരാ കേസ് കേൾക്കുന്നത്? സുപ്രീം കോടതി. എന്താ കേസ്? സുപ്രീം കോടതി വിവരാവകാശത്തിന്റെ പരിധിയിൽ പെടണമെന്നുള്ളത്. അപ്പൊ അവര് തന്നെ അവരുടെ കേസ് തീരുമാനിച്ച് സ്റ്റേ ചെയ്ത വലിയ ജനരോഷം വന്നതിന് ശേഷമാണ് അതൊക്കെ മാറിയത്. അപ്പൊ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് ഈ പ്രോസസ്സിന് തുടക്കം കുറിക്കാൻ പറ്റുക? വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ തള്ളിയാൽ, പിൽക്കാലത്ത് തള്ളിയത് തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞാൽ, ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫീസർ സ്വന്തം ശമ്പളത്തിൽ നിന്ന് അതിനുള്ള പൈസ കൊടുക്കേണ്ടി വരുമെന്നൊരു ഒഫൻസ് ഉണ്ടല്ലേ? 25,000 രൂപ വരെ ഫൈൻ ഈടാക്കാം. 25,000 രൂപയിൽ കൂടുതൽ മൂല്യമുള്ള വിവരമാണ് നിഷേധിക്കുന്നതെങ്കിലോ? അപ്പൊ ആ വിവരം കിട്ടിയാൽ എനിക്ക് 25 ലക്ഷം രൂപയുടെ ഗുണമുണ്ടാവും. കിട്ടിയില്ലെങ്കിൽ അത് പോവും. അപ്പോഴോ? അപ്പോൾ 25,000 രൂപ. അതെന്ത് നിയമം? അത് വിവരാവകാശ നിയമത്തിന്റെ ആ ക്ലോസ് തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. നിങ്ങൾ എത്ര വലിയ കുറ്റം ചെയ്താലും നിങ്ങൾക്ക് 25,000 രൂപ ശിക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്ത് നിയമമാണ്? നമ്മുടെ മൈനിങ് ആക്ട് പോലെയാണ്. മൈനിങ് ആക്ടിൽ എന്ത് ഒഫൻസ് ചെയ്താലും നിങ്ങൾ പൈസ അടച്ചാൽ മതി. നാളെ ഞാൻ വന്നിട്ട് ഈ സാഹിത്യ അക്കാദമി ഇരിക്കുന്നതിന്റെ ഹാളിന്റെ താഴെ വന്ന് ഞാൻ JCBക്ക് മാന്തി മുഴുവൻ നശിപ്പിച്ച് താഴെ ഇട്ടാലും മൈനിങ് ആക്ട് പ്രകാരം എനിക്ക് പൈസ അടച്ചാൽ മതി. എടുത്ത മണ്ണിന്റെ റോയൽറ്റി അടച്ചാൽ മതി, പെനാൽറ്റി. അപ്പൊ എന്ന് പറയുന്ന പോലുള്ള ഭരണഘടനാ വിരുദ്ധതയാണ്. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ചെയ്യുന്ന പോലെ ജുഡീഷ്യറി അവരുടെ പുഴുക്കുത്തുകൾ മറയ്ക്കാനുള്ള സുതാര്യതയില്ലാത്ത പ്രോസസ്സിൽ അവരും പങ്കെടുക്കുന്നുണ്ട്. അതിലെന്താ സംശയം? ഞാൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ആളും എല്ലാവരും പോകാനിരിക്കുന്നു.
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ ഉള്ള എല്ലാ നിയമങ്ങളും റദ്ദായി എന്നുള്ളത് കൊണ്ടാണ് മേരി റോഡിയുടെ കേസിന് അത്തരത്തിലുള്ള ഒരു വിധി വന്നത്. പക്ഷെ ഇപ്പോ മുസ്ലിം സ്ത്രീകൾ അവരുടെ സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് കൈകാര്യം. സുപ്രീം കോടതി ചെയ്തത് ഇപ്പൊ ഇങ്ങനെ ഇത് റദ്ദായി, അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്കും സ്വത്തിൽ തുല്യതയുണ്ടെന്ന് പറയല്ല ചെയ്തത്, ഓരോ സംസ്ഥാനത്തോടും ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പൊ കേരളത്തിൽ ആ അഭിപ്രായം ചോദിച്ചത് കേരള സർക്കാർ ഈ മുസ്ലിം സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് ചോദിച്ചത് ഈ പുരുഷന്മാരായ ഈ മൊല്ലാക്കന്മാരോ അങ്ങനെയുള്ള ആളുകളോട് മാത്രമാണ്. അപ്പൊ ഈ ഒരു സമുദായത്തോട് അങ്ങനെയും മറ്റൊരു സമുദായത്തോട് ഇങ്ങനെയും വരുന്നതിന്റെ കാര്യം എന്താണ്? ഒന്ന് രണ്ടിന്റെയും ഫാക്ട്സ് വളരെ ഡിഫറെന്റ് ആണ്. പേഴ്സണൽ ലോ വയലേറ്റ് കോൺസ്റ്റിറ്റ്യൂഷന് വയലേഷൻ ആണോ അല്ലയോ എന്ന ചോദ്യം റേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പേഴ്സണൽ ലോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. ഇതൊരു ഈ ജുഡീഷ്യൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയല്ല. എന്ന് പറഞ്ഞാൽ ആ കോടതിയിലിരിക്കുന്ന എല്ലാ വക്കീലന്മാരോടും സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്ര പേരാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്, എത്ര പേരാണ് ഇതിനെ ഒപ്പോസ് ചെയ്ത് വോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ഒരു പ്രോഗ്രസീവ് ലോയും വരില്ല. കാരണം ഏറ്റവും റിഗ്രസീവായ കമ്മ്യൂണിറ്റികളിലൊന്നാണ് അഭിഭാഷക സമൂഹം. അതുകൊണ്ട് അതിനകത്ത് വളരെ വിരലിലുണ്ടാകുന്ന ആളുകളാണ് നമ്മൾക്ക് ഈ കാണായ വിധി മുഴുവൻ മേടിച്ചു തന്നത്. അതുകൊണ്ട് വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് തീരുമാനിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. എന്നാൽ സംസ്ഥാനങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കാം. കാരണം സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു സംവിധാനത്തിലാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു സേ ഉണ്ട്. അവരോട് ചോദിക്കാം സംസ്ഥാനങ്ങൾ എങ്ങനെ അഭിപ്രായം രൂപീകരിക്കണം എന്നുള്ളത് അവരുടെ പ്രിറോഗേറ്റീവാണ്. ജനാധിപത്യ പ്രക്രിയ സംസ്ഥാന സർക്കാരുകളുടെ പ്രോസസ്സുകൾക്കകത്ത്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകൾക്ക് ഇല്ലാത്തതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കോടതി ഏതെങ്കിലും ഒരു പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അഭിപ്രായ സ്വരൂപണം നടത്തുമ്പോൾ സ്റ്റേറ്റ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? നമ്മുടെ ചീഫ് സെക്രട്ടറി ആണല്ലോ അഫിഡവിറ്റ് കൊടുക്കേണ്ടത്. ചീഫ് സെക്രട്ടറിക്ക് എന്ത് ചെയ്യാം? ഇത് കോടതിന് ചോദ്യം വരുമ്പോഴേ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാം. ലോ സെക്രട്ടറിയെ കാണിച്ചാൽ മതി. എന്നാൽ മന്ത്രിസഭയ്ക്ക് വിടാം, മന്ത്രിസഭ തീരുമാനം എടുക്കാം. വേണമെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഈ പറയുന്ന മതവിഭാഗത്തിലെ ആണുങ്ങളോട് മാത്രം ചോദിക്കാം. എന്നാൽ പബ്ലിക് നോട്ടീസ് കൊടുക്കാമായിരുന്നു അല്ലേ? പബ്ലിക് നോട്ടീസ് കൊടുക്കുക. ആർക്കൊക്കെ അഭിപ്രായമുണ്ട്? എല്ലാവർക്കും അഭിപ്രായം. മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമാണോ അതിൽ അഭിപ്രായം പറയാൻ പറ്റുക? അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മുസ്ലിം സ്ത്രീകൾക്ക് അനീതി തോന്നുന്നുണ്ടെന്ന് ഒരു സ്ത്രീക്ക് പറയാം. അത് ജെൻഡർ ഈക്വാലിറ്റിയുടെ പ്രശ്നമാണ്, അത് വെറും പേഴ്സണൽ ലോയുടെ പ്രശ്നമല്ല. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കണമെന്ന് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചില്ല എന്നായിരിക്കും സർക്കാരിന്റെ മറുപടി. പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാതെ ഒരു കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ, എന്നാൽ നിയമസഭയിലും വെച്ചിട്ടില്ല. നിയമസഭയാണല്ലോ മറ്റൊരു ഫോറം, അവിടെയും വെച്ചിട്ടില്ല. വനിതാ കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ടോ? അതുമില്ല. ഒരു സർക്കാരിന്റെ ഒരു കേസിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ സ്വരൂപണം നടത്തുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ കേരളത്തിലില്ല. അങ്ങനെ ഒരു ചട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ചട്ടത്തിൽ എന്ത് വരണം? ഈ പബ്ലിക് പ്രോസസ്സ് വരും. നോട്ടീസ് കൊടുക്കും, ആളുകളെ കേൾക്കും. ഞാൻ ഈ പറഞ്ഞ 8 മാസം ഭരണഘടന പോലും കൊടുത്ത പോലെ ആളുകൾക്കൊരു ചാൻസ് കിട്ടും. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എല്ലാ ജില്ലയിലും സന്ദർശിച്ചല്ലോ കഴിഞ്ഞ ആഴ്ച. അവരെല്ലാവരോടും ആളുകൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അഭിപ്രായ സമന്വയം. ഇതിനൊരു ചട്ടം രൂപീകരിക്കണം. ആരാ രൂപീകരിക്കേണ്ടത്? സർക്കാർ തന്നെ. സർക്കാർ അങ്ങനെ ഒരു ചട്ടം രൂപീകരിക്കാത്തതുകൊണ്ട് നടക്കുന്ന ഏകപക്ഷീയമായ അഭിപ്രായ രൂപീകരണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ചട്ടം രൂപീകരിക്കാൻ കോടതിക്ക് പറയാം. രൂപീകരിക്കണമെന്ന് പറയാൻ പറ്റില്ല, രൂപീകരിക്കാം എന്ന് പറയാം. അങ്ങനെ ചട്ടം ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ കോടതിക്ക് ചട്ടം ഉണ്ടാക്കുകയും ചെയ്യാം. സർക്കാർ ഇപ്പോൾ ആളുകളോട് പറയുന്നു തൽക്കാലം അങ്ങനെ ചട്ടം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല. കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്ന ചട്ടമില്ലല്ലോ. ആരാ ചട്ടം ഉണ്ടാക്കേണ്ടത്? സർക്കാർ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇനി സുപ്രീം കോടതി എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇരട്ടത്താപ്പാണോ അല്ലോ എന്ന് ഞാൻ അതിന്റെ ഫാക്ട്സ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഈ പുതിയ കേസിനെ പറ്റി ഇങ്ങനെ വായിച്ചതല്ലാതെ എനിക്കും അറിയില്ല. പക്ഷേ സുപ്രീം കോടതിക്ക് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഇൻപുട്ട് എടുത്തതിന് ശേഷവും ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം തന്നെയാണ്. പേഴ്സണൽ ലോ വായിക്കുക, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് വായിക്കുക, ആർട്ടിക്കിൾ 14 ഇതുവരെ ഉണ്ടായ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധിന്യായങ്ങൾ വായിക്കുക. ആ വിധിന്യായങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ പേഴ്സണൽ ലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കുക, അല്ലെങ്കിൽ ശരിവെക്കുക. ഇതിൽ സ്റ്റേറ്റ് അഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ അഭിപ്രായം പറഞ്ഞാലും ഇല്ലെങ്കിലും നടക്കുന്ന പ്രോസസ്സ് സെയിം തന്നെയാണ്. പക്ഷേ ആ അന്നത്തെ കാലത്ത് സുപ്രീം കോടതി കാണിച്ച പോലെ ഒരു ധൈര്യം ഒരുപക്ഷെ ഈ കാര്യത്തിൽ സുപ്രീം കോടതി കാണിക്കുന്നത് ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാളെ ഈ വിധി വന്നാൽ പോരല്ലോ, ഇത് നടപ്പാക്കണമെങ്കിൽ ഈ പറയുന്ന മൊല്ലാക്കന്മാർ കൂടി അടങ്ങിയ സമൂഹം വേണം ഇത് നടപ്പാക്കണം. ആ സമൂഹത്തോട് ഉൾപ്പെടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോട് ഉൾപ്പെടെയുള്ള അഭിപ്രായം ചോദിക്കുന്നത് നമ്മുടെ
ശബരിമല കേസിലൊക്കെ സംഭവിച്ച പോലെ ഒരു കൈപൊള്ളൽ, ഒരു വിധി ഉണ്ടായി നടപ്പാക്കപ്പെടുന്നില്ലെങ്കിൽ കോടതിക്കാണ് നാണക്കേട്. ഒരു കൺസെൻസസ് ഉണ്ടാക്കുക എന്നൊരു പ്രതീതി പൊതുവിൽ ഇത്തരം കേസുകൾക്ക് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു കൺസെൻസസ് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു. നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താൻ, മാഷ ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രത്യേക സബ്ജക്റ്റായി എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മതത്തെ കാണുന്നത്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെങ്കിൽ എന്ത് തരം മതേതരത്വമാണുള്ളത്? രാജ്യത്തിന് പ്രത്യേക മതമില്ല എന്ന് മാത്രമാണോ? എല്ലാ മതങ്ങളെയും തുല്യമായി കാണണമെന്നാണോ? എല്ലാ മതത്തിലും നടക്കുന്ന അനീതികൾ തുല്യമായി അനീതിയായി നിലനിർത്തണം, അല്ലെങ്കിൽ നീതിയാണെങ്കിൽ എല്ലാവർക്കും നീതി കൊടുക്കണമെന്നാണോ? അതോ വെറുതെ മതവിരുദ്ധമായിട്ടുള്ള, അതായത് മതം തന്നെ ഇന്ന കുഴപ്പങ്ങളുള്ളതായത് ആർട്ടിക്കിൾ 25 and 26 വായിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. മതത്തിനകത്തുള്ള എല്ലാത്തരം ഭരണഘടനാ വിരുദ്ധതയും സ്റ്റേറ്റ് ഇടപെട്ട് നന്നാക്കണം എന്നുള്ള ഭരണഘടനയാണ് ഇന്ത്യയുടെ. ആർട്ടിക്കിൾ 25 പറയുന്നത് പൊതുധാർമ്മികത, പൊതുസമാധാനം, പൊതു ആരോഗ്യം, ഇത് മൂന്നിനും വിരുദ്ധമായിട്ടുള്ള ഒരു മതവിശ്വാസവും ഇന്ത്യയിൽ വെച്ച് പുലർത്താൻ പറ്റില്ല. സബ്ജക്റ്റഡ് ടു എനി ലോ ഇൻ ദ കൺട്രി ആൻഡ് ദ 3 കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷനും നിയമവും അനുസരിച്ച് മാത്രമേ മതവിശ്വാസം വെച്ച് പുലർത്താൻ പറ്റൂ. പക്ഷേ ഷിരൂർ മഠ കേസ് 1951 വന്നപ്പോൾ, HRCE ആക്ട് ചലഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ സുപ്രീം കോടതി ആദ്യം പറഞ്ഞു മതവിശ്വാസം വെച്ച് പുലർത്താമെങ്കിൽ പോലും എസൻഷ്യൽ പ്രാക്ടീസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മതവിശ്വാസത്തെ ഭരണഘടനാ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എസൻഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനകത്ത് അതുണ്ടെങ്കിലേ ആ ഇപ്പോൾ പിന്നെ ഈ ക്രിസ്ത്യാനികൾക്കും മാമോദിസ മുങ്ങിയാലല്ലേ ക്രിസ്ത്യാനിയാവുള്ളൂ. അതുപോലെ ഓരോ മതവിശ്വാസങ്ങൾക്കും ഓരോ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ അത് എസൻഷ്യൽ പ്രാക്ടീസ് ആണെങ്കിൽ മാത്രമേ ആചാരത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടൂ. അല്ലെങ്കിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ മതത്തിൽ തുടരാമെങ്കിൽ ആ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് 51 പറഞ്ഞു. 58 ആയപ്പോൾ വെങ്കടരമണ ദേവരു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ കേസിനകത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിങ്ങൾ അങ്ങനെ തീരുമാനിക്കേണ്ടത്, കോടതികൾക്ക് കൂടി തോന്നണം. കാരണം ഇതിനകത്ത് ധാർമ്മികത എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അപ്പം നിങ്ങളുടെ മതത്തിൽ അങ്ങനെ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പൊതു ധാർമ്മികതയുമായിട്ട് യോജിച്ച് പോകുന്നതാണോ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയമാണ് നിങ്ങളുടെ മതവിശ്വാസം എന്ന് കോടതി ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തു. 58 മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പുനഃപരിശോധിക്കുന്ന കാര്യത്തിൽ കോടതികൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണത്? ജഡ്ജിമാരായി വരുന്നവരിൽ ഈ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർ ഈ റിഗ്രസീവ് ആയിട്ടുള്ള സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുകയും ഇതാ പുരാണത്തിൽ ഇങ്ങനെയല്ല പറയുന്നത്, ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് ചോദ്യം. ഇപ്പം മറ്റേ ശബരിമല തന്ത്രിയെ ഇന്ന മന്ത്രം അറിയാവോ എന്നൊക്കെ ചോദിച്ച് വരട്ടി ഒരു പ്രോസസ്സ് നിങ്ങൾ എന്ന് പറയുന്ന പോലെ ജുഡീഷ്യൽ പ്രോസസ്സിനകത്ത് ഹൈന്ദവ വിശ്വാസങ്ങളിൽ പുരാണത്തിന്റെ ബാക്കിംഗ് ഇല്ലാത്ത, ഡോക്യുമെന്റിന്റെ ബാക്കിംഗ് ഇല്ലാത്ത എല്ലാ തരം ആചാരങ്ങളും അന്ധവിശ്വാസമാണെന്ന തരത്തിലേക്ക് കോടതികൾ കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഉണ്ട്. പ്രൊട്ടക്ഷൻ കിട്ടുകയും അല്ലാത്തവ തിരസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അരവിന്ദോ കേസിലാണ്, നമ്മുടെ മഹർഷി അരവിന്ദന്റെ ആശ്രമം ഉണ്ടല്ലോ ചെന്നൈയിൽ, അതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇതിന് നിങ്ങൾക്ക് ഒരു റിലീജിയസ് പിന്തുണയൊന്നുമില്ല, ഒരു ടെക്സ്റ്റിലും നിങ്ങളുടെ മതവിശ്വാസത്തെ പറ്റി ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഇല്ലാന്ന് പറഞ്ഞു. ചിന്നപ്പറെഡ്ഡിയാണ്, ജസ്റ്റിസ് ചിന്നപ്പറെഡ്ഡിയാണ് അതിന് വിയോജനക്കുറിപ്പ് എഴുതിയ ഏക ജഡ്ജി. അദ്ദേഹം വളരെ ഭംഗിയായിട്ടുള്ളൊരു വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ നെറ്റിലൊക്കെ കിട്ടും, വായിച്ചു നോക്കേണ്ടതാണ്. ആ വിയോജനക്കുറിപ്പ് ശരിയാണെന്ന് പറയാൻ MS നാരായണ ദീക്ഷിതർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസിലെ ജസ്റ്റിസ് രാമസ്വാമിയുടെ വിധിന്യായം വേണ്ടി വന്നു. അതായത് ഇങ്ങനെയുള്ള സംഗതികൾ മാത്രമല്ല ഇതിനകത്ത് പെടുത്തേണ്ടതെന്നും വളരെ വിശാലമായി നാം ഇതിനെ കാണണമെന്നും ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നോൺ ബ്രാഹ്മണിക്കലായി ഒരു നൂറ്റാണ്ട് നിലനിന്ന ഇന്ത്യൻ വിശ്വാസത്തെ അളക്കുന്നത് ജുഡീഷ്യറിയുടെ പരിമിതിയാണെന്നും അത് ശരിയല്ല എന്നും പറയുകയുണ്ടായി. അങ്ങനെ ഓരോ തവണയും ഈ വാതിലുകൾ നമുക്ക് വേണ്ടി പതുക്കെ പതുക്കെ തുറക്കുന്നു എന്നല്ലാതെ ഇതിന് വരുന്ന പ്രോസസ്സ് കാലതാമസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചത്ത് മണ്ണടിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞാലും ഈ ഭരണഘടന 50 എഴുതി വെച്ചൊരു ബേസിക് ആയിട്ടുള്ള റൈറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ പ്രോസസ്സിന് വേഗം കൂട്ടാനാണ് നമ്മൾ ഇത് ആളുകൾ പഠിക്കണം എന്ന് പറയുന്നത്. താങ്ക് യു. എനിക്ക് വളരെ കുറച്ചേ പറയാനുള്ളൂ. ഞാൻ ഒന്ന് ഭരണഘടനാ വിദഗ്ധനല്ല, വക്കീലല്ല. ഭരണഘടനയായിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻകൗണ്ടർ ഉണ്ടാവുന്നത് എൻ്റെ ജേർണലിസം എന്ന് പറഞ്ഞൊരു പ്രാക്ടീസിൽ പലപ്പോഴും അനുഭവപ്പെട്ടൊരു കാര്യം എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെയൊരു കാര്യമുണ്ടായി ഉരുത്തിരിഞ്ഞു വന്നത് എങ്ങനെയാണെന്ന് ജോസഫ് സാറിവിടെ പറയേണ്ടത്. കാരണം ഭരണഘടന കുറിച്ചുള്ള സാമാന്യ അറിവ് ജനങ്ങളിലേക്ക് ഉണ്ടാവണം. അത് തന്നെയാണ് ജനാധിപത്യത്തെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൂള് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് സമരങ്ങളൊക്കെ പരാജയപ്പെടുന്ന കാലത്ത് ഇത്തരത്തിലൊരു ടൂളെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാനാണ്. ഇതങ്ങനെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നുമല്ല.
ഇതിനു മുന്നേ ജനനീതി കുറേ കാലം പല രീതിയിൽ പല പ്രവർത്തനങ്ങളും ഇതുപോലെ നടത്തിയിട്ടുണ്ട്. ജനനീതി ഇരിക്കുന്ന ആളുകൾ കുറച്ച് പേർ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഇടവേള വന്നു. ആ ഇടവേള പിന്നെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ള സാധനം വന്നപ്പോഴാണ് ഇങ്ങനൊരു ആശയം അവിടെ വന്നത്. അപ്പോൾ ഞാനത് ഇത്തരത്തിലുള്ള ആശയത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഹരീഷിനോട് ചോദിച്ചപ്പോൾ ഹരീഷിന് പിന്തുണ കിട്ടി, ഇദ്ദേഹത്തിന് പിന്തുണ കിട്ടി. ബുദ്ധിമുട്ടാണ്, കൊണ്ടുപോകാനൊക്കെ എത്ര കാലം പറ്റുന്നുള്ള അറിയില്ല. ജനനീതിനെ അങ്ങനെ തന്നെയായിരുന്നു, എത്ര കാലം കൊണ്ടുപോകാൻ പറ്റുന്ന അറിയില്ല, കൊണ്ടുപോകാൻ പറ്റുന്ന എത്ര കാലം കൊണ്ടുപോകുക എന്നുള്ള തീരുമാനമായിരുന്നു. അതുപോലെ ഇതും അങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു വളരെ പ്രധാനം. ഈ ജനായത്ത സംവിധാനത്തിനെ നിലനിർത്താനുള്ള വ്യാവഹാരിക അല്ലെങ്കിൽ അത്തരം വ്യവഹാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗരേഖയാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടന എന്നാണ് ഇപ്പോൾ ഇതുവരെ ഹരീഷ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. പക്ഷേ ഇതിന് ഒരു കൊളോണിയൽ പാസ്റ്റ് ഉണ്ട്, ഒരു കൊളോണിയൽ അത് കഴിഞ്ഞിട്ടും ആ കൊളോണിയൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ഇതുണ്ട്. അത് പലപ്പോഴും ഈ പറയുന്ന ബ്യൂറോക്രസി കൂടിയാണ് അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ ഇപ്പോഴും നിലനിർത്തി വരുന്നതും. നമുക്ക് പറഞ്ഞ പല അവകാശങ്ങളും നമുക്ക് നിഷേധിക്കപ്പെടുന്നതും, അത് ഭരണഘടനയിൽ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ നിയമങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും അത് നിഷേധിച്ച് ഈ തരത്തിലുള്ള കൊളോണിയൽ സംവിധാനം തന്നെ നിലനിർത്തപ്പെടുന്നതും ഈ പറയുന്ന ഒരു ബ്യൂറോക്രസിയുടെ തുടർച്ചയാണ്. ബ്യൂറോക്രസിക്ക് ഒരു മാറ്റവും 1950-കൾക്ക് ശേഷം അല്ലെങ്കിൽ ഭരണഘടന വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അതേ കൊളോണിയൽ സംവിധാനം തന്നെയാണ് നിലനിന്നത് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഭരണഘടന അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. ഇവിടെ നടക്കുന്ന ഓരോ ഭരണഘടനാ മാറ്റങ്ങൾക്കും വേറെ പല കാരണങ്ങളും ഉണ്ട്. ഉദാഹരണമായിട്ട് ഹരീഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മളുടെ പഞ്ചായത്തി രാജ് നടപടികളാണ്. പഞ്ചായത്തി രാജ് വാസ്തവത്തിൽ ലോകബാങ്കിൻ്റെ ഒരു പദ്ധതിയാണ്. അധികാര വികേന്ദ്രീകരണം വഴി ജനങ്ങൾ വേറൊരു തരത്തിൽ, അതായത് ഈ വേൾഡ് ബാങ്കിന്റെ ഒരു ഇതിലേക്ക് താഴെ ജനങ്ങളിലേക്ക് എത്തി ആ ചൂഷണത്തിന്റെ, ഈ കൊളോണിയൽ ചൂഷണത്തിന്റെ വേറൊരു രൂപത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു അജണ്ടയോട് കൂടിയിട്ടാണ് ഇത് വന്നത്. അതിന്റെ രാഷ്ട്രീയം പറയാതെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ രാഷ്ട്രീയം പറഞ്ഞില്ലായിരുന്നു, രാഷ്ട്രീയം പറയാതെയാണ് നടപ്പിലാക്കിയത്. അത് വെറും ചടങ്ങുകളുമായിട്ട് മാറി. അങ്ങനെ അത് വാസ്തവത്തിൽ ഇപ്പോൾ വീണ്ടും അധികാര കേന്ദ്രീകരണത്തിലേക്ക്, ഇപ്പോൾ സ്റ്റേറ്റിന്റെ അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നത് പറഞ്ഞ പോലെ പഞ്ചായത്തുകളുടെ ഇവരുടെ അധികാരം സ്റ്റേറ്റ് കവർന്നെടുക്കുന്നതിനെ കുറിച്ച് ആരും പരാതിപ്പെടുന്നില്ല. പരാതിപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സംവിധാനം തന്നെ, അതായത് കേന്ദ്രീകൃതമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ നിലനിൽക്കുന്നിടത്തോളം കാലം അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പല ലോകത്ത് മറ്റു നടക്കുന്ന പല താല്പര്യങ്ങളുടെയും ചുവട് പിടിച്ചിട്ടുള്ള ഇതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ സർക്കമെന്റ് ചെയ്തിട്ട് നടക്കുന്ന പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ സർക്കമെന്റ് ചെയ്ത് നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നോക്കുകുത്തിയാക്കി എന്ന് നമ്മളൊക്കെ പറയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നോക്കുകുത്തിയായിട്ട് നടത്തുന്ന പല മാറ്റങ്ങൾ വേറെ നടക്കുന്നുണ്ട്. ഇത് ഒരു തുടർ സംഗതിയായിട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇതിനോട് പ്രതികരിക്കാനായിട്ട് ഞാൻ അഡ്വക്കേറ്റ് അശ്വിനെ വിളിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം, പക്ഷേ സമയം കുറച്ച് വൈകിട്ടുണ്ട്. എങ്കിലും അത് നമുക്കൊരു പാർട്ടിസിപ്പേറ്ററി ആക്കണം എന്നുണ്ട്, ഏകപക്ഷീയമായൊരു ചർച്ചയാവരുത്. ബഹുമാന്യായ മോഡറേറ്റർ, അതോടൊപ്പം കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിച്ച പ്രബന്ധാവതാരകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സർ, മറ്റ് ഈ KHRSന്റെ പ്രവർത്തകരും മറ്റ് എല്ലാ ജനവിഭാഗങ്ങൾക്കും നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ ചർച്ച എന്നുള്ളത് മോഡറേറ്റർ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വ്യക്തി മാത്രമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. നിങ്ങൾ ഓൾറെഡി സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടന വരുന്ന സമയത്ത് 1949 കാലഘട്ടത്തിൽ തന്നെ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഭരണഘടനയെ അംഗീകരിക്കുന്നതിന് മുമ്പായി തന്നെ ഇതിന്റെ ഡ്രാഫ്റ്റ് ജനങ്ങളിലേക്ക് വെക്കുകയും 8 മാസക്കാലോളം
ജനങ്ങൾക്ക് അത് ചർച്ച ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അന്നത്തെ കാലഘട്ടത്തിൽ എത്ര ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ജനനവും പരിണാമവും, ഭരണഘടനയുടെ ജനനവും പരിണാമവും എന്ന് പറയുമ്പോൾ ജനനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ 8 മാസക്കാലം എത്ര ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്തുള്ള വാട്സാപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അന്ന് കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് നിങ്ങളുടെ തന്നെ പൂർവികരായിട്ടുള്ള പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേർ ശരി ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിരുന്നു, അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു, എനിക്ക് ഡോക്ടർ അംബേദ്കറിനെ അറിയാം എന്ന് പറയുന്ന എത്ര പേർ അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം എത്ര പേരാണ് അതിനകത്ത് കൃത്യമായി പങ്കെടുത്തത് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും 2 വർഷക്കാലം അല്ലെങ്കിൽ 2 വർഷവും ടു ബി എക്സാക്ട് 2 വർഷവും 11 മാസവും 18 ദിവസത്തോളം എടുത്തു ഈ ഒരു പ്രക്രിയ പൂർത്തീകരിക്കാൻ. 1946 മുതൽ 49 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ബൃഹത്തായ ഒരു വർക്കായിരുന്നു ഇത്. അപ്പൊ അതിനെ അന്ന് 8 മാസക്കാലം ചർച്ച ചെയ്തില്ലെങ്കിൽ കൂടിയും അന്നത്തെ പല കാര്യങ്ങളും പരിണമിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ വരെ എത്തിയിട്ട് പോലും നമ്മുടെ സാറ് പറഞ്ഞു ഇപ്പോഴും ആ ഭരണഘടനയിലെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല, അവകാശങ്ങളെല്ലാം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം ചർച്ച എന്നുള്ളത് എത്രത്തോളം നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാം അറിയാം, ഒളിമ്പിക്സിനകത്ത് വിനേഷ് ഫോഗാട്ടിന് മെഡൽ ലഭിക്കാതായ സമയത്ത് പല മാധ്യമങ്ങളും ചർച്ച നടത്തിയപ്പോൾ അതിനകത്തൊരു വ്യക്തി പറഞ്ഞൊരു വീഡിയോ വളരെ ഫേമസ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞത് ഇതാണ്: വിനേഷ് ഫോഗാട്ടിന് മെഡൽ കിട്ടാത്തതിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് മെഡലെ നേടിക്കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ സാർ പറഞ്ഞതുപോലെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത്, നമ്മുടെ അതിർത്തികളിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്ത്, 1000-ഓളം ജനങ്ങൾ കൊല്ലപ്പെടുന്ന സമയത്ത് അവർ ചിന്തിക്കുകയാണ് നമ്മളിപ്പോൾ ഭരണഘടനയെ കുറിച്ച് ചിന്തിക്കേണ്ട, കുറെ പേർ പുറത്ത് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു രാജ്യം നമുക്ക് ഉണ്ടാവുമോ എന്ന് പോലും സംശയമാണ് അല്ലെ. കാരണം ഇങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് ആ സമയത്ത് ആ ഒരു ചർച്ചയുടെ പ്രസക്തി മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ അന്ന് 389 അംഗങ്ങളാണ് ആദ്യ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഈ 389 തന്നെ അന്ന് വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് സ്ത്രീകളെ അതിനകത്ത് അംഗങ്ങളാക്കിയാൽ പോലും അതിൽ 17 പേർ മാത്രമാണ് സ്ത്രീകൾ ഉണ്ടായിരുന്നത്. 389 പേരിൽ സാർ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ പോലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് പോലും ആകെ 17 അംഗങ്ങൾ മാത്രമാണ് 389 സ്ത്രീകളായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം ആശ്ചര്യം തോന്നുന്ന കാര്യമാണ് അല്ലെ. അതിനുശേഷമാണ് ഇപ്പോൾ ആർട്ടിക്കിൾ 326 ഒക്കെ വന്നതിന് ശേഷമാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി പോലെ എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്ന, ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഭരണഘടന അതേ ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. സോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത്, ചർച്ച ചെയ്യപ്പെടേണ്ട സമയം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്, കൂട്ടിച്ചേർക്കലുകളാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ അതിനകത്ത് തന്നെ HV കമ്മത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ദൈവനാമത്തിൽ എന്ന് തുടങ്ങിയാലോ എന്ന്, ഈ ഭരണഘടന ദൈവനാമത്തിൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ അവിടെ ഒരു ചർച്ച കൃത്യമായി നടന്നതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള ഒരു വാചകത്തിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഈ സോഷ്യലിസവും സെക്യുലറിസവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. സോഷ്യലിസവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള പല ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ 1976 മാത്രമാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ സോവറിനിറ്റി, ഈ സോഷ്യലിസവും സെക്യുലറിസവും എല്ലാം മതേതരത്വവും എല്ലാം ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഈ ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട്, സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. എത്ര പേർ ഭരണഘടന പഠിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിക്സ് എന്ന് പറയുന്ന ചില സബ്ജക്റ്റുകൾ, സോഷ്യൽ സയൻസിനകത്തുള്ള ചില സബ്ജക്റ്റുകളിലെ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്, നിയമസഭയുണ്ട്, അവിടെ പ്രധാനമന്ത്രിയുണ്ട് എന്നെല്ലാം പഠിക്കുന്നുള്ളതല്ലാതെ മൗലികാവകാശങ്ങൾ എത്ര ഉണ്ട്? ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇന്ററാക്റ്റീവായിട്ട് ചർച്ചയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അല്ലെ. എത്ര മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്? എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങൾ അല്ലെ. നമ്മൾ ഭരണഘടനയിൽ 6 മൗലികാവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ പ്രബന്ധാവതരണം കേട്ടപ്പോൾ തന്നെ ഹരീഷ് സാർ പറഞ്ഞതുപോലെ 6 മൗലികാവകാശങ്ങളാണോ ഉള്ളത്? ആണോ? 6 മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് വളരെ ബ്ലാങ്കറ്റഡ് ആയിട്ട് പറയുന്ന ഒരു എണ്ണം മാത്രമാണ്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലെ.
നമുക്ക് ശ്വസിക്കാനുള്ള വായുവിനുള്ള അവകാശമുണ്ട്, അല്ലെ? ശുദ്ധജലത്തിനായിട്ടുള്ള അവകാശമുണ്ട്. പ്രൈവസി, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണെന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങി മൗലിക അവകാശങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണോ? അല്ല. നമുക്ക് അവകാശമായി വരേണ്ടതായിട്ടുള്ള ഫണ്ടമെന്റലായി കിട്ടേണ്ടതെല്ലാം മൗലിക അവകാശങ്ങളായി മാറിയത് ഈ പരിണാമത്തിലൂടെയാണ്. ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും ജഡ്ജ്മെന്റുകളിലൂടെയാണ് നമുക്ക് ഇതെല്ലാം ലഭിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു പൗരന്മാർക്ക് അവകാശമുണ്ട്, അല്ലെ? പൗരന്മാർക്ക് മൗലിക അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ പൗരന്മാരല്ലാത്തവർ, ഇന്ത്യൻ പൗരന്മാരില്ലാത്ത അജ്മൽ കസബിനെ പോലെയുള്ള അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അജ്മൽ കസബിന് മൗലിക അവകാശമുണ്ട്, അല്ലെ? അതുപോലെ മനുഷ്യരല്ലാത്തവർക്ക് മൗലിക അവകാശമുണ്ടോ? മനുഷ്യരല്ലാത്ത, അതെ, കോടതിക്കകത്ത് പിന്നീട് നമ്മുടെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി എല്ലാം ഉത്തരവിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗാ നദി മൗലിക അവകാശത്തിൽ പെടുന്നു, അല്ലെ? ഗംഗാ നദിക്ക് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഉണ്ട് ആർട്ടിക്കിൾ 21 പ്രകാരം. പിന്നീട് പറഞ്ഞു യമുന നദിക്ക് മൗലിക അവകാശമുണ്ട്. വൃക്ഷ തൈകൾക്ക് മൗലിക അവകാശങ്ങളുണ്ട്. അനുച്ഛേദം 48A നമ്മൾ പറയുന്നുണ്ട് മരവൃക്ഷങ്ങള് പരിസ്ഥിതി സംരക്ഷിക്കണം, അല്ലെ? പരിസ്ഥിതി സംരക്ഷിക്കണം. അത് മൗലികാവകാശമായി പറയുന്നതല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നതാണെങ്കിൽ കൂടിയും അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്ന പല കാര്യങ്ങളാണ് ഇന്ന് മൗലികാവകാശങ്ങളായി മാറിയത്. സോ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ബൃഹത്തായ ഒരു വിഷയമാണ്. അതെനിക്ക് തോന്നുന്നു പിന്നീട് മൗലികാവകാശങ്ങളെ കുറിച്ച് തന്നെ ഇതിനകത്ത് ഒരു സീരീസ് ഉണ്ടാകുമായിരിക്കാം. സോ നമ്മൾ ഇത് പഠിക്കുമ്പോൾ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയം. കാരണം ജനനവും പരിണാമവും എന്ന് പറയുമ്പോൾ ഇത് പരിണമിക്കുന്നത് ഇനി വരുന്ന ഓരോ ജനറേഷനിലൂടെയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിൽ വന്ന ഒരു സുഹൃത്ത് എന്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ബൈറാക്ട് സാറുടെ കയ്യിലുണ്ട്, ഒരു യെല്ലോ കളറിൽ, ഇത്രേ ഉള്ളൂ. സോ എന്റെ അടുത്ത് ചോദിച്ചു, കഴിഞ്ഞ 3-5 വർഷങ്ങളായിട്ട് ഈ ഭരണഘടനയാണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഈ ഭരണഘടന പഠിക്കാൻ വേണ്ടിയിട്ടാണ് 3 വർഷം അല്ലെങ്കിൽ 5 വർഷം നിങ്ങൾ LLBക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന മറുപടി എന്താ? നിങ്ങൾക്ക് ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ 24-75 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ എല്ലാ നിയമജ്ഞരും വിചാരിച്ചിട്ട് പോലും ഈ ഭരണഘടനയുടെ പകുതി പോലും പഠിച്ചു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ബൃഹത്താണ് നമ്മുടെ ഭരണഘടന എന്നുള്ളത്. നമ്മൾ ഭരണഘടനയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പല കാര്യങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തു എന്ന്, അല്ലെ? കേട്ടിട്ടില്ലേ എല്ലാവരും, അല്ലെ? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നും കടമെടുത്തു, ഫെഡറലിസം എന്ന് പറയുന്നത് കാനഡയിൽ നിന്നും കടമെടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, അല്ലെ? അപ്പോൾ പലരും ചിന്തിക്കും, ഈ 3 വർഷക്കാലം ഇത്രയധികം ആൾക്കാർ ഇരുന്ന് അന്നത്തെ 64 ലക്ഷം രൂപയാണ് ഇതിനകത്ത് ചെലവാക്കിയെന്ന് പറയുന്നത്. അന്നത്തെ 64 ലക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ 200 കോടിയോളം രൂപ വരും. അപ്പോ അത്രയും പൈസ ചെലവാക്കി ഇത്രയും പേരിരുന്ന് ഇതെല്ലാം എവിടെ നിന്നൊക്കെയോ കടമെടുത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടമെടുത്തു എന്നുള്ള വാക്ക് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ള രീതിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവിടുത്തെ ആശയങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലെ? കാരണം ഫെഡറലിസം എന്ന് പറയുന്നത് സാറ് പറഞ്ഞതുപോലെ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പവർ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും ഫെഡറൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഫെഡറൽ അല്ല. KC വെയർ എന്ന് പറയുന്ന നിയമജ്ഞൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്വാസി ഫെഡറൽ സംവിധാനമാണ്, അർദ്ധ ഫെഡറൽ സംവിധാനമാണ് എന്ന് പറയുന്നത്. സോ കാനഡയിൽ നിന്നുമാണോ കടമെടുത്തതെന്ന് വെച്ചാൽ കാനഡയിലെ ഫെഡറലിസം അങ്ങനെ തന്നെ കടമെടുക്കല്ല ചെയ്തത്. ഇവരത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ചർച്ചയിലേക്ക് വരുത്തി. അതാണ് ഈ ചർച്ചയുടെ പ്രാധാന്യം എന്ന് ഞാൻ പറയാൻ കാരണം. ഇത് ചർച്ച ചെയ്ത് ഇത്രയധികം രാജ്യങ്ങളിലെ ഈ നിയമസംഹിതകളെല്ലാം എടുത്തുകൊണ്ട് ചർച്ച ചെയ്ത് അതിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് എന്ത് കൊണ്ടുവരാം എന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഇതിലുള്ള ഓരോ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത്. അപ്പോൾ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഭരണഘടന പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ഏകദേശം 7 മണി കഴിഞ്ഞ് നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോ ഭരണഘടനയെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം ഏറിയ വിഷയമാണ്. നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ ആദ്യം ഭരണഘടന പഠിക്കുക, ഈ ഒരു വേദി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ കുട്ടികളെയും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ജനറേഷനിൽ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക, നിങ്ങൾ എത്ര പേരോട് ഭരണഘടന പഠിക്കണം അല്ലെങ്കിൽ നിയമം പഠിക്കണം എന്ന് പറയുന്നുണ്ട്, സംഗീതം പഠിക്കണം എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിൽ ചേർന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിടണമെന്ന് പറയും, ഫുട്ബോൾ കളിക്കണമെന്ന് പറയും. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാലും ചെറുപ്പത്തിലെ കുട്ടികളോട് നിയമം പഠിക്കണം എന്ന് എത്ര പേർ പറയുന്നുണ്ട്? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സ്കൂളുകളിൽ തന്നെ ശരിക്കും പറഞ്ഞ ഒരു വിഷയം തന്നെ നിയമം പഠനം എന്ന് പറയുന്ന രീതിയിൽ വരണം.
അല്ലാതെ എന്ത് കണ്ടാലും ഒരു വക്കീലിന്റെ പിന്നാലെ നടന്ന് വക്കീൽ പറയുന്നത് മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിന്റെ അപ്പുറത്തേക്ക് സാറ് പറഞ്ഞതുപോലെ ഇതിലെ ബൈബിളോ അല്ലെങ്കിൽ ഖുറാനോ ഭഗവത്ഗീതയോ പോലെ കണക്കാക്കാതെ അത് പറഞ്ഞു തരാൻ ഒരാൾ വേണമെന്ന് പറയാതെ നമ്മൾ ഓരോരുത്തരും ആ നിയമത്തിനകത്ത് അറിവ് നേടിക്കൊണ്ട് ഈ നിയമത്തിൽ സാധുതകൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണമെങ്കിൽ നമ്മൾ ഈ ഭരണഘടന പഠിക്കണം, മറ്റു നിയമങ്ങൾ പഠിക്കണം. ഈ നിയമങ്ങളെല്ലാം നമ്മുടെ അടുത്ത ജനറേഷനെ പഠിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ചർച്ച കണ്ടിന്യൂ ചെയ്യാം അല്ലെ? ഇതിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. അതോടൊപ്പം തന്നെ സാറ് നമ്മുടെ വേദിയിലുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ സാർ എടുത്ത് ചോദിക്കാം.